ഇത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെയും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനെ സംബന്ധിച്ചും ഇത് ഒരു പുതിയ അധ്യായമാണ്. അതുകൊണ്ടാണ് ഈ പരിപാടിക്ക് നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പേരിട്ടിരിക്കുന്നത്. ഇവിടെ ബഹുമാനപ്പെട്ട ശ്രീ CP ജോൺ സൂചിപ്പിച്ചതുപോലെ ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ, നിങ്ങളെക്കാലവും മനസ്സിൽ കാത്തു സൂക്ഷിക്കാൻ പോകുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നിങ്ങൾ ഇന്ന് കാലുവെക്കുന്നത് എന്ന ഒരു ബോധ്യത്തോടു കൂടി വേണം ഈ ദിവസം നിങ്ങളിവിടെ ആരംഭിക്കുവാൻ. എന്നോട് ഇന്ന് ചോദിച്ചാൽ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ കാലഘട്ടം ഏതായിരുന്നു എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ മന്ത്രിസ്ഥാനത്തിരിക്കുമ്പോൾ ഞാൻ പറയും ഞാൻ കോളേജിൽ പഠിച്ച 4-5 വർഷങ്ങളായിരുന്നു എന്ന് പറയും. അപ്പോൾ അത്രയും മനോഹരമായ ഒരു കാലഘട്ടത്തിലേക്കാണ് നിങ്ങൾ ഇന്ന് ചുവടുവയ്ക്കുന്നത് എന്ന് ഓർമ്മ വേണം. അങ്ങനെ ഏറ്റവും മനോഹരമായ ആ കാലഘട്ടത്തിലേക്ക് ചുവടുവയ്ക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ആദ്യമേ തന്നെ സംസ്ഥാനത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ എല്ലാവിധ ആശംസകളും സ്വാഗതവും നേരുകയാണ്. ഈ ക്യാമ്പസ്, ഈ കലാലയ ജീവിതം നിങ്ങൾക്ക് വലിയൊരു അനുഭവമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ഇവിടെ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഞാൻ വിശ്വസിക്കുന്നത് എന്നേക്കാളും അല്ലെങ്കിൽ അദ്ദേഹത്തെക്കാളും ഞങ്ങൾ വേദിയിലിരിക്കുന്ന ആളുകളെക്കാളും ഒക്കെ മിടുക്കന്മാരും മിടുക്കികളും വലിയ പൊട്ടൻഷ്യലുമുള്ള ആളുകളാണ്, വിദ്യാർത്ഥികളാണ് എൻ്റെ മുമ്പിലിരിക്കുന്ന ബോധ്യത്തോടു കൂടിയിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. കാരണം ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റിൻ്റെ പീക്കിലെത്തി നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. ആ ടെക്നോളജിയുടെ സാധ്യതകൾ പരമാവധി മനസ്സിലാക്കിയിട്ടുള്ള ഒരു തലമുറയാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത്. അത്തരമൊരു എക്സ്പോഷർ ഞങ്ങൾക്കുണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ ആ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റിൻ്റെ എല്ലാ സാധ്യതകളും മനസ്സിലാക്കിയ നിങ്ങൾക്ക്, നിങ്ങളുടെ ക്യൂരിയോസിറ്റിക്ക് ഒരുപക്ഷെ കൺവെൻഷണൽ ക്ലാസ് റൂം ലേണിങ്ങിൽ പൂർണ്ണമായിട്ടും നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ സാധിച്ചു എന്ന് വരില്ല. ഇന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഡാറ്റാ സയൻസും ബയോടെക്നോളജിയും ഒക്കെ വലിയ സ്വാധീനം ചെലുത്തുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ സാധ്യതകളൊക്കെ പരമാവധി പ്രയോജനപ്പെടുത്താൻ കൺവെൻഷണൽ ക്ലാസ് റൂം ലേണിങ്ങിൽ നിന്നും എങ്ങനെ വ്യത്യസ്തമായി ചിന്തിക്കാം എന്ന ഒരു കാഴ്ചപ്പാടോട് കൂടിയിട്ടാണ് നമ്മുടെ വിദ്യാഭ്യാസ രംഗം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ലോകം അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്, വിദ്യാഭ്യാസ രംഗം അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മൊബൈൽ ഫോണിലെ സോഫ്റ്റ്വെയർ മാറുന്നതിനേക്കാൾ വേഗത്തിലാണ് ഇന്ന് കാലഘട്ടം മാറിക്കൊണ്ടിരിക്കുന്നത്, ലോകം മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ മാറ്റങ്ങൾക്കനുസരിച്ച് അതിനോട് കോപ്പപ്പ് ചെയ്യുവാനായിട്ട് നമ്മുടെ വിദ്യാർത്ഥി സമൂഹത്തെ തയ്യാറാക്കിയെടുക്കുക എന്നുള്ളത് വലിയൊരു ചലഞ്ച് തന്നെയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഈ 4 ഇയർ പ്രോഗ്രാം വരുമ്പോൾ നമുക്ക് കൺവെൻഷണൽ പ്രോഗ്രാമുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് നിങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് വ്യത്യസ്തങ്ങളായിട്ടുള്ള സബ്ജക്റ്റുകൾ സെലക്ട് ചെയ്യുവാനായിട്ടുള്ള, ചൂസ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ നിങ്ങളുടെ മുമ്പിലുണ്ട്. ഇപ്പോൾ ഹ്യൂമാനിറ്റീസ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ സംബന്ധിച്ച് പഠിക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ ഫിസിക്സ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് മലയാളമോ ചരിത്രമോ ഒക്കെ പഠിക്കുവാനായിട്ടുള്ള സാധ്യതകളുമൊക്കെ നമുക്ക് അത് പരമാവധി പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഇന്നത്തെ കാലഘട്ടം നമ്മൾ വളരെയധികം ചർച്ച ചെയ്യുന്നത് നമ്മുടെ വിദ്യാർത്ഥികൾ കേരളത്തിൽ നിന്നും പുറത്തേക്ക് പോകുന്നതിനെക്കുറിച്ചാണ്. നമ്മുടെ സ്ഥാപനങ്ങളെ വിട്ട് വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ പോകുന്നതിനെക്കുറിച്ച്, മൈഗ്രേഷനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ വിദ്യാർത്ഥികൾ ഇന്ന് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള സംവിധാനങ്ങൾ, പ്രോഗ്രാമുകൾ, കോഴ്സുകൾ, സിലബസ് റിവിഷൻ അതൊക്കെ നമ്മുടെ സ്ഥാപനങ്ങളിൽ തന്നെ നടത്തി നമ്മുടെ വിദ്യാർത്ഥികൾ ആഗ്രഹിക്കുന്ന ഒരു അക്കാഡമിക് എൻവയൺമെൻറ്റ് കേരളത്തിൽ തന്നെ സൃഷ്ടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഈ ഗവൺമെൻറ് കഴിഞ്ഞ ദിവസത്തെ ബഡ്ജറ്റ് പ്രഖ്യാപനങ്ങളിലായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ നടക്കുന്ന ചർച്ചകളിലായാലും ഒക്കെ ഒരു കാര്യം ഞാൻ ഉറപ്പു പറയുന്നു, ഹയർ എഡ്യൂക്കേഷൻ മേഖലയെ വളരെ പ്രാധാന്യത്തോടു കൂടിയിട്ടാണ് ഈ സർക്കാർ നോക്കിക്കാണുന്നത്. കാരണം നമ്മൾ പറയാം, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ആൻ ഇൻവെസ്റ്റ്മെന്റ് ഇൻ നോളജ് പേസ് ദ ഹയസ്റ്റ് റിട്ടേൺസ് എന്നാണ് പറയുന്നത്. അറിവിലുള്ള നിക്ഷേപമാണ് ഏറ്റവും വലിയ പ്രതിഫലം നൽകുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയും, നമ്മുടെ ഏറ്റവും വലിയ റിസോഴ്സ് നമ്മുടെ മുമ്പിലിരിക്കുന്ന വിദ്യാർത്ഥികളാണ്. ഇപ്പോൾ ഗൾഫ് നാടുകളിൽ പോയി എന്താണ് അവിടുത്തെ ഏറ്റവും വലിയ റിസോഴ്സ് എന്ന് ചോദിച്ചാൽ അവർ പറയും മണ്ണിനടിയിലുള്ള ഓയിലാണെന്ന് പറയും. മറ്റ് പല പ്രദേശങ്ങളിലും പോയിട്ട് എന്താണ് റിസോഴ്സ് എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ കടലിലും അല്ലെങ്കിൽ തീരപ്രദേശങ്ങളിലും ഒക്കെയുള്ള മിനറൽസ് ഒക്കെ ആയിരിക്കാം. പക്ഷേ കേരളത്തെ സംബന്ധിച്ച് കേരളത്തിൻ്റെ ഏറ്റവും ബെസ്റ്റ് റിസോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ യുവതലമുറയാണ്, നമ്മുടെ വിദ്യാർത്ഥികളാണ്, എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുമാണ്. ആ റിസോഴ്സ് എങ്ങനെ ഫലപ്രദമായിട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാം എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയിട്ടായിരിക്കും വിദ്യാഭ്യാസ വകുപ്പ്
മുന്നോട്ട് പോവുക എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ പ്രഖ്യാപിച്ചിരിക്കുന്ന കേരള നോളജ് വാലി ആയാലും കേരള റിസർച്ച് പാർക്ക് ആയാലും ഫ്യൂച്ചർ റെഡിനെസ് തിങ്ക് ടാങ്ക് ആയാലും മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്തിലെ ജോലി സാധ്യതകൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിനനുസൃതമായിട്ടുള്ള പ്രോഗ്രാമുകൾ നമുക്കിവിടെ ഡിസൈൻ ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള നമുക്ക് ഗ്ലോബൽ ജോബ് വാച്ച് ടവർ ഉൾപ്പെടെയുള്ള പദ്ധതികൾ കേരളത്തിൽ പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകുമ്പോൾ അത് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഇന്ന് നിലനിൽക്കുന്ന പോരായ്മകൾ പരിഹരിക്കാനും നമുക്കുള്ള സാധ്യതകളെ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് കേരളത്തെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് രാജ്യത്തിനോ അല്ലെങ്കിൽ ഒരുപക്ഷെ ലോകത്തിന് തന്നെ മാതൃകയാക്കുന്ന തരത്തിലേക്ക് വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ്. നമ്മുടെ സാധ്യതകൾ നമുക്ക് പൂർണ്ണമായിട്ട് നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ കേരളത്തിന് പുറത്ത് ഇവിടെ പറഞ്ഞു, ഞാൻ കേരളത്തിന് അകത്തും കേരളത്തിന് പുറത്തും പഠിച്ചിട്ടുള്ള ഒരു വിദ്യാർത്ഥിയാണ്. കേരളത്തിന് പുറത്ത് നിങ്ങൾ ഏതൊരു ക്ലാസ് റൂമിൽ പോയി നോക്കിയാലും, ഒരു ശരാശരി ക്ലാസ് റൂമിൽ പോയി നോക്കിയാൽ ഈ രാജ്യത്ത് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഒരു ക്ലാസ് മുറിയിൽ ഇരുന്ന് പഠിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ കേരളത്തിൽ ഒരു ശരാശരി ക്ലാസ് റൂമിൽ പോയാൽ, ഇപ്പോൾ നമ്മളിവിടെ വിമൻസ് കോളേജിൽ നിൽക്കുമ്പോൾ ഇവിടെ കേരളത്തിന് പുറത്തുനിന്നുള്ള എത്ര വിദ്യാർത്ഥികളുണ്ട് എന്ന് ചോദിച്ചാൽ ആരെങ്കിലും ഉണ്ടോ? ഇവിടെ നമുക്ക് ഒരാളെ പോലും കാണാൻ സാധിക്കില്ല. വളരെ അപൂർവമായിട്ട് ചില ക്യാമ്പസുകളിലാണ് നമുക്കത് കാണാൻ സാധിക്കുന്നത്. നമ്മുടെ വിദ്യാർത്ഥികൾ, ഇപ്പോൾ മലയാളി വിദ്യാർത്ഥികൾ ബാംഗ്ലൂരിൽ പോയി പഠിക്കുന്നു, തമിഴ്നാട്ടിൽ പോയി പഠിക്കുന്നു, ഡൽഹിയിൽ പഠിക്കുന്നു, രാജ്യത്തെമ്പാടുമുള്ള ക്യാമ്പസുകളിലുണ്ട്. പക്ഷേ നമുക്ക് കേരളത്തിന് പുറത്തുനിന്നുള്ള ഒരാളെ പോലും നമ്മുടെ ക്യാമ്പസുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. സ്റ്റുഡൻറ് ഡൈവേഴ്സിറ്റി ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് ആവശ്യമായ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് വിദ്യാഭ്യാസ വകുപ്പ് ആലോചിക്കുന്നു. അതിനുള്ള കർമ്മ പരിപാടികൾ ആവിഷ്കരിച്ചായിരിക്കും നമ്മൾ മുന്നോട്ട് പോവുക എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ പറഞ്ഞു, നമുക്ക് ക്യാമ്പസുകളിലേക്ക് കടന്നു വരുമ്പോൾ ഇവിടെ നമ്മൾ കേവലം ഇവിടെ ഡിഗ്രി കരസ്ഥമാക്കുക എന്ന് മാത്രമല്ല, ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് നൽകിയിരിക്കുന്ന ഒരു സിലബസ് അത് പഠിച്ച് നമുക്കൊരു പരീക്ഷ എഴുതി അതിനകത്ത് ഒരു നല്ല പെർസെൻറ്റേജ് മാർക്ക് മേടിക്കുക എന്ന് പറയുന്നത് അത്ര പ്രയാസമുള്ളൊരു കാര്യമൊന്നുമല്ല. അത് ഇന്ന് സാധാരണ നിലയിൽ ആർക്കും സാധിക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് അറിവ് അതുപോലെ ലഭ്യമായിട്ടുള്ള ഒരു കാലഘട്ടമാണ്. നമുക്ക് അതെങ്ങനെ ഫലപ്രദമായിട്ട് പ്രയോജനപ്പെടുത്താൻ സാധിക്കും, നമ്മുടെ ഓരോ കഴിവുകളെയും എങ്ങനെ വളർത്തിയെടുക്കാൻ സാധിക്കുമെന്നുള്ള ഒരു ചിന്ത കൂടി നമുക്കുണ്ടാവണം. നിങ്ങളുടെ കലാലയ ജീവിതം എന്ന് പറയുന്നത്, നിങ്ങളിൽ പല തരത്തിലുള്ള കഴിവുകളുണ്ടാവും. വ്യത്യസ്തങ്ങളായിട്ടുള്ള പൊട്ടൻഷ്യലുള്ള ആളുകളാണ് നിങ്ങൾ ഓരോരുത്തരും. ആ കഴിവുകളെ കണ്ടെത്താൻ കൂടി സാധിക്കുന്ന ഒരു കാലഘട്ടമായി കോളേജ് കാലഘട്ടം മാറണം. കലാപരമായിട്ടുള്ള കഴിവുകളുള്ളവരുണ്ടാവും, സാഹിത്യപരമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവും. നമുക്ക് നല്ല എഴുത്തുകാർ വേണം, നമുക്ക് നല്ല രാഷ്ട്രീയക്കാർ വേണം, നമുക്ക് നല്ല ജനപ്രതിനിധികൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കണം, പൊതുപ്രവർത്തകരെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കണം, അങ്ങനെ നല്ല സിനിമാ താരങ്ങളെ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കണം. അങ്ങനെ നമുക്ക് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിലുള്ള കഴിവുകളെ കണ്ടെത്തി ആ കഴിവുകളെ പരിപോഷിപ്പിച്ചെടുക്കുന്ന നല്ല പ്രതിഭകളാക്കി മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കുന്ന തരത്തിലുള്ള ഒരു ഓറിയന്റേഷൻ കോളേജ് കാലഘട്ടം നിങ്ങൾക്ക് നൽകാൻ കഴിയണം. എനിക്ക് അധ്യാപകരോട് സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ മുമ്പിലിരിക്കുന്ന ഓരോ വിദ്യാർത്ഥിയും ഒരു യുണീക്ക് വ്യക്തിയാണ്. എല്ലാവരെയും നമുക്ക് ഒരേ കണ്ണിലൂടെ കാണാൻ സാധിക്കില്ല. നമ്മൾ കണ്ടിട്ടില്ല ഒരു ശില്പി എങ്ങനെയാണ് ഒരു ശില്പത്തെ കൊത്തിയെടുക്കുന്നത്. ഒരു കല്ല് കൊടുത്ത ഒരു ശില്പിയുടെ കയ്യിലേക്ക് ഒരു കല്ല് കൊടുത്താൽ ആ കല്ലിൽ നിന്നും അദ്ദേഹം ഒരു ആനയെ കൊത്തിയെടുക്കുന്നു എന്ന് പറഞ്ഞാൽ ആനയല്ലാത്ത ഭാഗമെല്ലാം കൊത്തിക്കളഞ്ഞാൽ അതൊരു ആനയായി. ഒരു കുതിരയുടെ ഒരു ശില്പത്തെയാണ് കൊത്തിയെടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കുതിരയല്ലാത്ത ഭാഗമെല്ലാം കൊത്തിക്കളഞ്ഞാൽ അതൊരു കുതിരയായി. നമുക്ക് നമ്മുടെ മുമ്പിലിരിക്കുന്ന വിദ്യാർത്ഥികൾ ഓരോരുത്തരും ഓരോ ശില്പങ്ങളാണ്. എല്ലാവരെയും ആന ആക്കാനോ അല്ലെങ്കിൽ എല്ലാവരെയും കുതിരയാക്കാന്നുള്ളതല്ല, ഓരോരുത്തരും ഓരോ വ്യത്യസ്തങ്ങളായിട്ടുള്ള ശില്പമാണ്. നിങ്ങളുടെ വിദ്യാഭ്യാസ കാലഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലെ ആ ശില്പം എന്താണ്, യുണീക്കായിട്ടുള്ള ശില്പം എന്താണ് എന്ന് കണ്ടെത്താനുള്ള ഒരു കാലഘട്ടം കൂടിയാണ്. ആ ശില്പത്തെ കണ്ടെത്തി അതിനെ വളരെ മനോഹരമായി കൊത്തിയെടുത്ത് നമ്മളെല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു മനോഹര ശില്പമാക്കി മാറ്റുക വിദ്യാഭ്യാസ പ്രക്രിയയ്ക്ക് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സാധിക്കണം. അപ്പോൾ അധ്യാപകർക്ക് അതിനകത്ത് വലിയ പങ്കുണ്ട്. അധ്യാപകരോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അത് തന്നെയാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ അറിവ് പകർന്നു കൊടുക്കുക എന്നത് മാത്രമല്ല അധ്യാപനം എന്ന് പറയുന്നത്. എങ്ങനെയാണ് അറിവ് കണ്ടെത്താനായിട്ട് അവരെ പരിശീലിപ്പിക്കേണ്ടതും അതുപോലെ തന്നെ ലഭ്യമായ അറിവുകളെ എങ്ങനെ പ്രോസസ്സ് ചെയ്യണമെന്ന് കൂടി ഉള്ള ബോധ്യം നമ്മുടെ വിദ്യാർത്ഥികൾക്ക് പകർന്നു കൊടുക്കുവാനായിട്ട് അധ്യാപകർക്ക് സാധിക്കണം. അവരുടെ ഉള്ളിലെ ശില്പത്തെ കണ്ടെത്താനായിട്ട് അധ്യാപകർക്ക് സാധിക്കണം. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഓർത്തിരിക്കുന്നത് എന്നിലെ രാഷ്ട്രീയക്കാരനെ കണ്ടെത്തിയ അധ്യാപകരെയാണ്. ചില അധ്യാപകരോ നമ്മളോടെന്ന് പറയുന്നത് നമുക്ക് വേറെ പണിയൊന്നുമില്ല, എന്തിനാ ജീവിതം കളയുന്നത്, എന്തിനാണ് ഈ രാഷ്ട്രീയത്തിൻ്റെ പിന്നാലെ നടന്ന് ജീവിതം കളഞ്ഞത് എന്താണെന്ന് ചോദിക്കുന്ന അധ്യാപകരുണ്ട്. അത് അവർ നമ്മളോടുള്ള ചിലപ്പോൾ താല്പര്യം കൊണ്ടായിരിക്കും, നന്നായി പഠിച്ച് രക്ഷപ്പെടണം എന്ന ആഗ്രഹത്തിലാണ്. അപ്പോൾ ഓരോ വിദ്യാർത്ഥിയിലുമുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള കഴിവുകൾ അത് കണ്ടെത്തി വളർത്തിയെടുത്ത് അതിനെ പ്രയോജിപ്പിക്കുക എന്നുള്ള ഒരു ദൗത്യം കൂടി അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്.
നമ്മുടെ ക്യാമ്പസുകളിലേക്ക് വരുമ്പോൾ ഇത് ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് വന്നിരിക്കുകയാണ്. നമ്മുടെ സീനിയർ വിദ്യാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത്, ഈ വന്നിരിക്കുന്നത് നമ്മുടെ അനുജന്മാരും അനുജത്തിമാരുമാണ്. അതുകൊണ്ട് അവരെയൊക്കെ റാഗ് ചെയ്ത് അവരെയൊക്കെ എന്തെങ്കിലും തരത്തിലേക്ക് അവരെ പീഡിപ്പിച്ച് വിരട്ടി നിർത്താം എന്നൊന്നും ആരും കരുതിയേക്കരുത്. അവരൊക്കെ നമ്മുടെ സഹോദരൻ, നമ്മുടെ അനുജന്മാരും അനുജത്തിമാരുമാണ് നമ്മുടെ ക്യാമ്പസുകളിലേക്ക്, ജൂനിയർ ക്ലാസ്സുകളിലേക്ക് കടന്നു വരുന്നത്. അവരെ വളരെ സ്നേഹത്തോടുകൂടി സൗഹാർദ്ദത്തോടുകൂടി സ്വീകരിച്ച് നല്ലൊരു ക്യാമ്പസ് അന്തരീക്ഷം ഓരോ കോളേജിലും ഡെവലപ്പ് ചെയ്തെടുക്കാനുള്ള ഉത്തരവാദിത്വം നമ്മുടെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഉണ്ട്. അതിന് നമ്മുടെ സീനിയേഴ്സ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അതുപോലെ തന്നെ നമുക്കറിയാം, ഇന്ന് നമ്മുടെ ക്യാമ്പസുകൾ ലഹരിയുടെ വലിയ വ്യാപനം നടക്കുന്ന ഒരു കാലഘട്ടമാണ്. സംസ്ഥാന സർക്കാർ ഓപ്പറേഷൻ തൂഫാൻ എന്ന പേരിൽ ലഹരിക്കെതിരായിട്ടുള്ള ഒരു വലിയ യുദ്ധം തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, നമ്മളുടെ ജീവിതം ലഹരിക്ക് അടിമപ്പെട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഉപയോഗത്തിൽ തകർത്ത് കളയാനുള്ളതല്ല, നശിപ്പിച്ച് കളയാനുള്ളതല്ല. നമ്മുടെ ജീവിതം നമുക്കൊക്കെ ലൈഫിൽ ഒരു ലഹരി ഉണ്ടാവണം. ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഞങ്ങളൊരു ലഹരി ലൈഫിൽ കൊണ്ടു നടന്നതുകൊണ്ടാണ് ഞങ്ങളൊക്കെ ഇവിടെ നിൽക്കുന്നത്, അല്ലെങ്കിൽ നമ്മളിവിടെ ഒരു ജനപ്രതിനിധിയായിട്ട് ഒരു മന്ത്രിയായിട്ടൊക്കെ ഇവിടെ നിൽക്കുന്നത്. കാരണം രാഷ്ട്രീയമായിരുന്നു നമ്മുടെ ലഹരി അന്നത്തെ കാലം. പഠനത്തോടൊപ്പം അതുപോലെ തന്നെ നമുക്ക് ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ള ലഹരികൾ കണ്ടെത്തി അതിൻ്റെ പിന്നാലെ പോകുവാനായിട്ട്, അത് നേടിയെടുക്കുവാനായിട്ടുള്ള ഒരു ചിന്തയിൽ പോകണം. മയക്കുമരുന്നിൻ്റെയൊക്കെ മേഖലയിലേക്ക് ഇന്ന് നമുക്കറിയാം, നമ്മുടെ ക്യാമ്പസുകളിൽ ഉൾപ്പെടെ വലിയ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ അതിനെതിരായിട്ടുള്ള വാരിയേഴ്സായി മാറാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കണമെന്നാണ് സൂചിപ്പിക്കുന്നത്. ഇന്നത്തെ പത്രത്തിലൊരു റിപ്പോർട്ട് കണ്ടു, വിദ്യാർത്ഥികളുടെ ഇടയിലെ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ. ഇന്നത്തെ പത്രത്തിൽ വന്നൊരു റിപ്പോർട്ടാണ്. ഏതാണ്ട് 3.5 ലക്ഷം വിദ്യാർത്ഥികളാണ് രാജ്യത്ത് കഴിഞ്ഞ വർഷം കോളേജ് വിദ്യാർത്ഥികൾ മാനസികാരോഗ്യ പ്രശ്നങ്ങളുമായിട്ട് പല ഭാഗങ്ങളിൽ പോയത്. കേരളത്തിൽ താരതമ്യേന കുറവാണ്. പരിഹരിക്കപ്പെടേണ്ടുന്ന വിഷയങ്ങളാണ്. തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ വിദ്യാഭ്യാസ വകുപ്പ് സമഗ്രമായ ആലോചനകൾ നടത്തി ആവശ്യമായ പരിഷ്കാരങ്ങൾ കൊണ്ടുവരും. ഇവിടെ അദ്ദേഹം ബഹുമാനപ്പെട്ട മന്ത്രി സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. ഇവിടെ FIUGPയുമായി ബന്ധപ്പെട്ടിട്ട് പലതരത്തിലുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും പ്രായോഗിക ബുദ്ധിമുട്ടുകളും എല്ലാവരും വിദ്യാർത്ഥികളും കോളേജുകളും ഒക്കെ അനുഭവിക്കുന്നുണ്ട്. വിദ്യാഭ്യാസ വകുപ്പ് അതിനെ സംബന്ധിച്ച് സമഗ്രമായ പഠനം നടത്തി കൃത്യമായ റിവ്യൂ ചെയ്ത് ആവശ്യമായ മാറ്റങ്ങൾ FIUGPയിൽ കൊണ്ടുവരുന്നതാണ് എന്ന് ഞാൻ ഈ അവസരത്തിൽ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കാരണം നമുക്ക് അത് നടപ്പിലാക്കിയപ്പോൾ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതിനകത്ത് കൃത്യമായ പരിഷ്കാരങ്ങൾ, മാറ്റങ്ങൾ ആവശ്യമാണ്. അത് കൊണ്ടുവരാനായിട്ട് വിദ്യാഭ്യാസ വകുപ്പ് പ്രതിജ്ഞാബദ്ധമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ സമഗ്രമായ മാറ്റങ്ങൾ വരുന്ന, നിങ്ങൾ നാളെ എന്തായി തീരണമെന്ന് ആഗ്രഹിക്കുന്നുവോ അതിനൊരു അടിത്തറ പാകുവാനായിട്ട് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ അവസരം, ആ അവസരം ഏറ്റവും ഫലപ്രദമായിട്ട് നിങ്ങൾ വിനിയോഗിക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കുവാനായിട്ടുള്ളത്. ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ഇവിടെ ഇരിക്കുന്നു. നമ്മൾ ഇന്നതൊരു വനിതാ കോളേജിലാണ് വന്ന് നിൽക്കുന്നത്, ഗേൾസ് കോളേജിലാണ്. അദ്ദേഹത്തോട് പ്രത്യേകം നന്ദിയുണ്ട്. സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതിയുടെ ഏറ്റവും വലിയ ഗുണഭോക്താക്കളാണ് എൻ്റെ മുമ്പിലിരിക്കുന്ന വിദ്യാർത്ഥിനികൾ ഓരോരുത്തരും. കേരളത്തിലെ ഈ കോളേജുകളിലേക്ക് പോകുന്ന വിദ്യാർത്ഥിനികൾക്ക് എല്ലാവർക്കും KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര ഇന്ന് ലഭ്യമാണ്. അതിന് നേതൃത്വം കൊടുക്കുന്ന വകുപ്പിൻ്റെ മന്ത്രി കൂടിയായ ശ്രീ CP ജോണാണ് ഈ പരിപാടിയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് വളരെയേറെ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന സൗകര്യങ്ങളും മാറ്റങ്ങളും കൊണ്ടുവരാനായിട്ട് നമുക്ക് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു അധ്യയന വർഷം, നല്ലൊരു കലാലയ ജീവിതം ആശംസിച്ചുകൊണ്ട് ഈ ഫസ്റ്റ് ചാപ്റ്ററിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ച് അറിയിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ജയ് ഹിന്ദ്.